ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ലേണിംഗ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പെർമനൻറ്റ് ചേഞ്ചാണ്. എന്തിലാണ് ചേഞ്ച്? ബിഹേവിയറിലും അതുപോലെ തന്നെ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെയുള്ള ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്. ഈ പെർമനൻറ്റ് ചേഞ്ച് എങ്ങനെ ഉണ്ടാകുന്നത്? ബൈ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ്. സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ ചെയ്യണ കാര്യത്തിൻ്റെ ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ രീതിയിലോട്ടാണ്. പക്ഷേ അയാളത് റിയലൈസ് ചെയ്യുന്നു, അത് മനസ്സിലാക്കി പഠിച്ചിട്ട് റിയലൈസ് ചെയ്യുന്നു, താൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അയാൾ റിയലൈസ് ചെയ്യാണ്, മനസ്സിലാക്കി പഠിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്, ലേൺ ചെയ്തു. അങ്ങനെ ഒരു വ്യക്തി ഒരു കാര്യം ലേൺ ചെയ്താൽ അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി തെറ്റായ രീതിയിൽ ചെയ്യൂല. കാരണം ഓൾറെഡി ആ കാര്യം അദ്ദേഹം ലേൺ ചെയ്തു. നമുക്ക് ലേൺ ചെയ്ത കാര്യം നമ്മൾ പിന്നെ ശരിയായി ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ അതാണ് പറയണത്, നമ്മൾ ലേൺ ചെയ്ത കാര്യം പെർമനൻറ്റ് ചേഞ്ചാണ്. അപ്പോൾ ഇത് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നൊക്കെ പറയാമല്ലോ. അതുപോലെ നമുക്ക് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട്, അതായത് കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചേഞ്ച് പ്രോസസ്സാണ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഒരു വ്യക്തി തെറ്റായ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്തിട്ട് അതിൻ്റെ ശരിയായ ഒരു പാതയിലൂടെ അത് ലേൺ ചെയ്യുന്നു. അപ്പോൾ ഒരു ചേഞ്ചിങ് പ്രോസസ്സാണ് എന്ന് പറയുന്നു ലേണിംഗ്. രണ്ടാമത് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചാണ്. അതായത് അദ്ദേഹം അവിടെ ചേഞ്ച് ചെയ്ത ആ ഒരു കാര്യം പിന്നെ പെർമനൻ്റ് ആണ്. അതായത് അയാളൊരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പഠിച്ചു വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പിന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ശരിയായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നു. പിന്നെ അയാൾ ഒരിക്കലും ആ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും പ്രാബല്യം ആക്കൂല. അയാൾ പിന്നെ എന്താണ്, ആ ഒരു ട്രൂത്ത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അയാൾ പ്രാബല്യമാക്കുള്ളൂ. അപ്പോൾ അതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. ആ വരുന്ന ചേഞ്ച് പിന്നെ പെർമനൻ്റ് ആയിരിക്കും. ദെൻ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചേഞ്ചുകൾ നമ്മൾ പറഞ്ഞു പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ചേഞ്ച് നമുക്ക് ശരിയാക്കി വരും. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് വ്യക്തി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജേഴ്സ് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു ജൂനിയർ ചെയ്യുന്നതിലോടും ഡിഫറെൻ്റ് ആയിരിക്കും ഒരു മാനേജർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ജൂനിയർ അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഏതാണ് ട്രൂത്ത് ഏതാണ് ഫോൾസ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിൽ ഏതാണ് ട്രൂത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ശരിയായ രീതിയിലോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇറ്റ്സ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. പിന്നെ ബിഹേവിയർ ആക്ഷനാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് ബിഹേവിയർ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ. അത് സ്വയം എടുക്കുന്ന ഒരു ആക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഈ ലേണിംഗ് എന്ന് പറഞ്ഞാലും അത് എക്സ്പീരിയൻസിലൂടെ എന്നൊക്കെ പറഞ്ഞാലും അത് ആ ഒരു ട്രൂത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബിഹേവിയർ. നമ്മൾ സ്വയം ശ്രമിച്ചാൽ മാത്രമേ ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ്. നെക്സ്റ്റ് ടോപ്പിക്ക് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അതിൽ ഫസ്റ്റ് തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അപ്പോൾ ഇതിന് ഈ ഒരു ക്ലാസിക്കൽ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഏറ്റവും ഫസ്റ്റ് തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അതുകൊണ്ടാണ് ഇതിന് ക്ലാസിക്കൽ എന്ന് വരാൻ റീസണ്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞതിന് ശേഷം എന്താണ് ഈ ഒരു തിയറി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടൻറ്റ് ചെയ്തിരുന്നു. അത് പൗലോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഒരു പട്ടിനെ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് അദ്ദേഹം ഒരു പട്ടിക്ക് ആദ്യത്തെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ബെല്ലടിച്ച് അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, പട്ടിക്ക് ഫുഡ് കൊടുക്കും. ഇയാൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് എത്രത്തോളം സലൈവ ഈ ഒരു പട്ടീൻ്റെ വായിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അങ്ങനെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചതിന് ശേഷം ഉടനെ എന്ത് ചെയ്യുന്നു, ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ ഈ പട്ടിൻ്റെ വായിൽ നല്ല സലൈവേഷൻ വരും. അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസമായപ്പോൾ ബെല്ലടിച്ചു, പക്ഷെ ഫുഡ് കൊടുത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പട്ടീൻ്റെ വായിൽ നിന്ന് എന്ത് ചെയ്യണം, അപ്പോൾ സലൈവേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്ന് പറഞ്ഞാൽ, ഇവിടെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അതായത് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ
ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നൊരു പ്രോസസ്സാണ്. അതായത് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ് എന്ത്? അവിടുന്ന് ആ പട്ടീൻ്റെ വായിൽ നിന്ന് സലൈവേഷൻ വരുന്നത്. അതായത് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ പട്ടി എന്ത് ചെയ്യുന്നു, അത് അൺകണ്ടീഷണൽ റെസ്പോൺസ്, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വായിന്ന് എന്ത് ചെയ്യുന്നു, സലൈവേഷൻ വരുന്നു. അത് എന്ത് ബിഫോർ കണ്ടീഷൻ, അതായത് ഈ ഒരു തിയറിൻ്റെ മുന്നേ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ആഫ്റ്റർ കണ്ടീഷനിങ്, അതായത് ഈ തിയറിയിൽ എങ്ങനെയാണ്, ഒരിക്കലും അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. അതായത് ആർട്ടിഫിഷ്യലേക്കാണ്ട് ആ ഒരു പട്ടി എങ്ങനെ റെസ്പോൺസ് ചെയ്യണു എന്നറിയാൻ വേണ്ടിയിട്ട് അവർ കണ്ടീഷനിൽ വെച്ചുകൊണ്ടൊരു സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇവിടെ കണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലാണ്. കാരണം ആ ഒരു പട്ടി എങ്ങനെ റെസ്പോൺസ് ചെയ്യണു എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫുഡിൻ്റെ മുമ്പായിട്ട് ബെല്ല് വെക്കണു. അതാണ് കണ്ടീഷണൽ സ്റ്റിമുലസ്. നെക്സ്റ്റ് കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു പട്ടിനെ പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുത്തത്. കാരണം ഇവിടെ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ബെല്ലിൻ്റെ സൗണ്ട് കേൾപ്പിക്കുന്നു, എന്നിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ പിന്നെ ബെല്ല് മാത്രം അടിച്ചിട്ടും ഫുഡ് അവിടെ വെച്ചില്ല. അപ്പോഴും എന്താണ്, പട്ടി എന്ത് ചെയ്യുന്നു, സലൈവേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അതെന്താ, ഒരു ലേർഡ് റെസ്പോൺസ് ആണ്. അതായത് നമ്മളൊരു കണ്ടീഷൻ വെച്ചു, ബെല്ല് എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. അതാണ് കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷണൽ തിയറിയിൽ ഒരു വർക്ക് പ്ലേസിൻ്റെ എക്സാമിനേഷൻ രൂപേണ പറയാം. അതായത് ഫസ്റ്റ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മാനേജർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മാനേജർ എന്ത് ചെയ്യുന്നു, ഇവർ ഗോൾ അച്ചീവ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ മാനേജർ അവർ നല്ല രീതിക്ക് പണിഷ് ചെയ്യുന്നു, അവരെ ചീത്ത പറയുന്നു. അത് എന്താണ്, ഒരു അൺകണ്ടീഷണൽ, ഒന്നിൻ്റെയും ബേസിലല്ല, കണ്ടീഷണലേക്കാണ്ട് എന്ത് ചെയ്യുന്നു, വരുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ കണ്ടീഷണൽ റെസ്പോൺസ്, അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി അപ്പോൾ എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്, ഒരു ഫിയർ, ആൻസൈറ്റി, അതായത് മാനേജറിനെ പേടിയാവുക, ഇങ്ങനെ സ്കോൾഡ് ചെയ്യുക, നമ്മൾ ചീത്ത പറഞ്ഞ സമയത്ത് എംപ്ലോയീസിനത് പേടിയാവുകയാണ് ചെയ്യുന്നത് ഇയാളെ ചീത്ത കേൾക്കുമ്പോൾ. നെക്സ്റ്റ് ന്യൂട്രൽ സ്റ്റിമുലസ്, അത് പറയുമ്പോൾ ഇമെയിൽ. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് അവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇമെയിൽ അവിടുത്തെ എംപ്ലോയീസിന് വരികയാണ്. പക്ഷെ അവർ ആ ഒരു ഇമെയിൽ തുറന്നതും മാനേജർ വന്ന് ഫുള്ള് എന്തൊരു കാര്യം പറഞ്ഞ് മാനേജർ ഫുള്ള് അവരെ ചീത്ത അറിഞ്ഞു. അത് മേ ബി 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. എന്ത് ഇമെയിൽ വരുന്നു, മേ ബി അത് മാനേജർ ചീത്തറാണ്ട് വിളിച്ചതേക്കാരം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഒരു ഇമെയിൽ വരുന്നു, മാനേജർ ഇരുന്ന് ചീത്ത അറിഞ്ഞു. അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തിടെ ഇമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോഴത്തേന് ഇവർക്ക് ആൻസൈറ്റി, അതായത് പേടി കൂടും. കാരണം ഇനി മാനേജർ ചീത്ത പറയാനാണോ എന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ അതൊക്കെ എന്താ, ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള റെസ്പോൺസും കണ്ടീഷണൽ സ്റ്റിമുലസുമാണ്. ഇപ്പോൾ കണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് വരും, അതിനുശേഷം മാനേജർ ചീത്ത അറിയുന്നു. അതൊരു കണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്. കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതായത് ഇമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, മാനേജർ വന്ന് ചീത്ത പറയുന്നു. അത് അവർക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നു മാനേജർ ചീത്ത പറയാൻ വരികയാണ് എന്ന്. അപ്പോൾ ഓൾറെഡി അവർക്ക് ആ ഒരു പേടി ലേൺ ചെയ്ത് വരികയാണ്. കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു പേടി വരുന്നു. അപ്പോൾ അതിൽ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ആ ഒരു നോട്ടിഫിക്കേഷനാണ്, ഇമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു വർക്ക് പ്ലേസിൽ ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. നെക്സ്റ്റ് തിയറിയാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അപ്പോൾ ഈ ഒരു ഓപ്പറൻ്റ് കണ്ടീഷനിങ് ഇത് ഫോം ചെയ്തിട്ടുള്ളത് സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അയാൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് പറയാം. അതായത് നേരത്തെ പൗലോസ് അദ്ദേഹം ഒരു പട്ടിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ അയാൾ എലിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എലിനെ ഒരു ബോക്സിലാക്കി അടക്കുകയാണ്. അതായത് ആ ഒരു ബോക്സിൻ്റെ പറഞ്ഞ പേര് സ്കിന്നർ ബോക്സ് എന്നാണ്. അപ്പോൾ ഈ എലിനെ ബോക്സിലിട്ട് അടച്ചു വെക്കണം. ഈ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുഞ്ഞു ബോക്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ എലിന് കൊടുക്കാനുള്ള ഫുഡ് അതിലാണ് സ്റ്റോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എലിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ലിവർ ഉണ്ട്. അപ്പോൾ ആ ഒരു ലിവർ എലി എങ്ങാനും ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എലിൻ്റെ ഫുഡ് ഓരോ മണിയായിട്ട് വരും. ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോഴും ഓരോ മണി ഫുഡ് കിട്ടും.
അപ്പോൾ ഈ എലി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു കൂടിനുള്ളിൽ അടങ്ങിയിരിക്കില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കാറല്ലോ. അപ്പോൾ ഓരോ സമയത്ത് ആ ഒരു എലി എങ്ങാനും ആ ഒരു ലിവറിൽ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എലിക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതായത് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് റെസ്പോൺസ് ടു സ്റ്റിമുലി. നമ്മൾ ആ ഒരു പൗലോൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? സ്റ്റിമുലി ടു റെസ്പോൺസ്. അതായത് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ളൊരു സ്റ്റിമുലി ഉണ്ടാക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ്, ഒരു കണ്ടീഷനിലല്ല റെസ്പോൺസ് ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ റെസ്പോൺസ് എങ്ങനെയോ ഉണ്ടാവാണ്, അതിനെന്ത് ചെയ്യുന്നു? സ്റ്റിമുലി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ടൈപ്പ് പറഞ്ഞുതരാം. അതായത് ഇതിനൊരു ആർ ടൈപ്പ് എന്നാണ് പറയുക. അതായത് ഇവിടെ 2 രീതിക്കുള്ള റെസ്പോണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ഡയറക്റ്റ് റെസ്പോണ്ടും അതുപോലെ തന്നെ എമിറ്റഡ് റെസ്പോൺസും. അതായത് ഡയറക്റ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റിമുലി കൊടുത്തിട്ട് അതിനെ പഠിപ്പിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടാക്കുകയാണ്. പക്ഷേ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ട് നമ്മൾ സ്റ്റിമുലി കൊടുക്കണമെന്നില്ല, ഒരു കണ്ടീഷണൽ സ്റ്റിമുലി ഒന്നും കൊടുക്കണില്ല, അതെങ്ങനെയോ റെസ്പോണ്ട് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് 2 രീതിയിലോട്ടുള്ള റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഈ ഒരു സ്കിന്നർ ഉദ്ദേശിക്കുന്നത് ഇവിടെ എമിറ്റഡ് റെസ്പോൺസ് ആണ്. അതായത് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു, എന്നിട്ട് അതിനൊരു സ്റ്റിമുലി കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഒരു ചിത്രം വരക്കാണ്. അപ്പോൾ അതിനൊരു ടീച്ചർ പറഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു ചിത്രം വരക്കണം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? ഒരു ചിത്രം വരച്ചു, അതിന് തോന്നിയപ്പോൾ ഒരു ചിത്രം വരച്ചു. അതിൽ ടീച്ചർ ആ ഒരു വഴി പാസ് ചെയ്ത് പോണ സമയത്ത് ആ ഒരു കുട്ടീൻ്റെ ചിത്രം കണ്ടപ്പോൾ മിസ് വല്ലാണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു. നല്ല രസമുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ ഒരു റെസ്പോണ്ടാണ് ചെയ്തത്. അതായത് ഫസ്റ്റ് ആ കുട്ടി ചിത്രം വരയ്ക്കുന്നു, ആരും പറഞ്ഞിട്ട് ചിത്രം വരച്ചു. പക്ഷെ ആ മിസ് അതിന് സ്റ്റിമുലേറ്റ് ചെയ്തു, നല്ലൊരു അപ്രീസിയേഷൻ കൊടുത്തു. അപ്പോൾ അതാണ് ഇവിടെ റെസ്പോൺസ് ടു സ്റ്റിമുലി. ആ ഒരു ടൈപ്പാണ് ഈ ഒരു തിയറിയിൽ പറയണത്. നമ്മൾ പറഞ്ഞു R-S ആണ്, അതായത് റെസ്പോൺസ് ടു സ്റ്റിമുലിയാണ്. അതിൽ ആർ ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഡിസൈറ്റഡ് റെസ്പോൺസും അതുപോലെ തന്നെ എമിറ്റഡ് റെസ്പോൺസും ആണ്. അപ്പോൾ ഇനി എഫ് ടൈപ്പ് ഏതായിരിക്കും? 2 രീതിക്കാണ്, റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ പണിഷ്മെൻറ്റും. അപ്പോൾ ഇവിടെ 2 കേസുകളാണ് വരുന്നത്. അതായത് ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും കേസിൽ പോസിറ്റീവും നെഗറ്റീവും ടൈപ്പുകളാണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവിൻ്റെ കേസിൽ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം പോസിറ്റീവ് ആകുമ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കേസിൽ ആഡ് പ്ലസൻറ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ ആഡ് പ്ലസൻറ്റ് സ്റ്റിമുലസ്. ഒരു ഉദാഹരണം എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു എലി ആ ഒരു കൂടിൻ്റെ ഉള്ളിലുള്ള ലിവർ ചവിട്ടുമ്പോൾ അതിന് ഫുഡ് കിട്ടുന്നു. അപ്പോൾ അതിന് മനസ്സിലാവാണ് ഇങ്ങനെ ചവിട്ടിയാൽ ഫുഡ് കിട്ടും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആഡ് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നോക്കും. കാരണം ചവിട്ടിയാൽ ഫുഡ് കിട്ടുന്നതിന് അറിയണത് കൊണ്ട് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ നോക്കുന്നു. അതുപോലെ തന്നെ പണിഷ്മെൻറ്റിൻ്റെ കേസിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ചവിട്ടുന്നു, ആ ഒരു ലിവറിന് ചവിട്ടാണ്. പക്ഷെ ഇൻ കേസ് ആ ഒരു ലിവർ ചവിട്ടുമ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതതിനെ ഡിസപ്പോയിൻ്റ് ആക്കുന്നു. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് ഇവിടെ ചവിട്ടിയിട്ട് കാര്യമില്ല, ഫുഡ് കിട്ടൂല. അപ്പോൾ അത് ആഡ് അൺപ്ലസൻറ്റ് ആക്ഷൻ. അതായത് എന്ത് ചെയ്യുന്നു? അങ്ങനെ ചവിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ചവിട്ടേണ്ട ആവശ്യമില്ല വെച്ചിട്ട് അയാൾ ആ ഒരു എലി എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രേമം ചവിട്ടാൻ പോവോ? ഇല്ല, കാരണം ചവിട്ടിട്ടൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് അത് ചവിട്ടൂല. നമ്മൾ കിട്ടുന്നിടത്തല്ലേ വീണ്ടും പരിശ്രമിക്കുള്ളൂ. കിട്ടാത്തോടത്ത് അവിടെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ നമ്മളത് അതിൽ പിന്മാറിപ്പോവുമല്ലോ. അതാണ് പോസിറ്റീവിൻ്റെ കേസിൽ പറയുന്നത്. രണ്ടാമത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവിൻ്റെ കേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കേസിൽ എന്താ പറയുക? അതായത് റിമൂവ് അൺപ്ലസൻറ്റ് ആക്ഷൻ. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യാതെ എന്നും കോളേജിൽ പോകണു. അപ്പോൾ ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്ന് എന്നും ഇതിന് ചീത്ത കിട്ടുകയാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അതെന്തോ ഇതിന് ഹോംവർക്ക് എഴുതി ക്ലാസ്സിൽ പോയപ്പോൾ സാറ് ചീത്ത പറയിൽ നിന്നു. കാരണം അന്ന് ഹോംവർക്ക് എഴുതിയാലോ. അപ്പോൾ അത് മനസ്സിലാക്കിയ കുട്ടി ഹോംവർക്ക് എഴുതിയപ്പോൾ ചീത്ത കിട്ടൂല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിന്നെ ആ കുട്ടി എന്നും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് എന്നും ചെയ്തു വരും. അതാണ് നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കേസിൽ പറയുന്നത്. ഇനി നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിമൂവ് പ്ലസൻറ്റ് ആക്ഷൻസ്.
അതായത് ഇപ്പോൾ ഈ ഹോംവർക്കിൻ്റെ കേസ് തന്നെ പറയാം. ഒരു കുട്ടി സ്കൂൾക്ക് എന്നും ഹോംവർക്ക് ചെയ്താതെ പോവാണ്. അപ്പോൾ മറ്റൊരു കുട്ടി പറയാണ് ഇന്ന് ആരും ഹോംവർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തായാലും നമുക്ക് നമ്മളെ PT പീരീഡ് കട്ടാവാണ്. അപ്പോൾ ആ ഒരു പ്ലസൻറ്റ് മൂഡ് ഇവർ ഹോംവർക്ക് എഴുതാത്തത് കാരണം, കട്ടാവുന്നത് കാരണം അത് മനസ്സിലാക്കിയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഹോംവർക്കൊക്കെ എഴുതി കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് എന്ത് നെഗറ്റീവും പോസിറ്റീവും റീഇൻഫോഴ്സ്മെൻറ്റിലും അതുപോലെ തന്നെ പണിഷ്മെൻറ്റിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടു സ്റ്റിമുലിയാണ്. അതെന്താണ്, കണ്ടീഷണലായിട്ടുള്ള റെസ്പോൺസോ അതുപോലെ തന്നെ കണ്ടീഷണലായിട്ടുള്ള സ്റ്റിമുലിയോ ഒന്നുമില്ല, എമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതായത് എങ്ങനെയോ നാച്ചുറലി എങ്ങനെയോ ഓട്ടോമാറ്റിക്കലി ആ ഒരു റെസ്പോൺസ് വരുന്നതാണ്. അപ്പോൾ ഇതിനാണ് എന്ത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തി മറ്റുള്ളവരെ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടൊക്കെയാണ് ഒരു കാര്യം പഠിക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ മേ ബി അയാളുടെ സറൗണ്ടിങ്സ് നിന്ന്, അയാളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ ഒരു സറൗണ്ടിങ്സിലുള്ള വ്യക്തികൾ, ഇവരൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടായിരിക്കും അയാളൊരു കാര്യം പഠിക്കുക. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൻ്റെ രീതിയിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജൂനിയർ ആ ഒരു സീനിയർ എന്തൊക്കെ ചെയ്യുന്നു, അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇൻസ്പയർ ആയിട്ട് ആ ഒരു കാര്യം അദ്ദേഹം പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്താണോ അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ട കാര്യം അത് അവർ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് ഇത് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്നത് ആൽബർട്ട് ബന്ദൂറയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള മോഡൽസ് 3 രീതിയിലോട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലൈവ് മോഡൽ എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, അങ്ങനെ ജീവനുള്ളത്, ലൈക്ക് അങ്ങനത്തെ എന്താ പറയുക, ഈ സിനിമ ആക്ടേഴ്സ്, അങ്ങനെ ആയിരിക്കും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവരെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അവരെ മോഡലാക്കി എടുക്കുക. അവരെന്തൊക്കെ ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ഒബ്സർവ് ചെയ്തിട്ട് മോഡലാക്കി എടുക്കാം. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് സിംബോളിക് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി ആയിട്ടുള്ള, ഇല്ലൂഷൻ ആയിട്ടുള്ള, അതായത് മേ ബി ഇപ്പോൾ ഒറിജിനലി അതുള്ള കാര്യങ്ങളല്ലേ കാരണം. ഇപ്പോൾ ഈ സൂപ്പർ പവറൊക്കെ ഉണ്ടല്ലോ, ഈ സ്പൈഡർമാൻ, അതുപോലെ തന്നെ ബുക്കുകളിലുള്ള ഇങ്ങനത്തെ സൂപ്പർ പവറിൻ്റെ ഒക്കെ ആർട്ടിഫിഷ്യൽ, അതായത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ഇൻസ്പയർ ആയിട്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ തേർഡ് മോഡൽ എന്ന് പറയുന്നത് വെർബൽ ഇൻഫെക്ഷൻ. അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് ഇൻസ്പയർ ആവേണ്ടതുണ്ടെങ്കിൽ ആ ഒരു വെർബലിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാവ് എന്താണോ പറയുന്നത് അത് ആ കുട്ടി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തി മറ്റുള്ളവർ എന്ത് പറയുന്നു അത് പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഇതാണ് 3 മോഡൽസ് എന്ന് പറയുന്നത്. ഇനി ഈ മോഡലിങ്ങിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്, അല്ലെങ്കിൽ കീ എലമെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള വ്യക്തികൾ എന്ത് പറയുന്നു അത് അറ്റൻഷനോട് കൂടി കേട്ട് നിൽക്കാം. അതായത് എല്ലാം നല്ല രീതിയിലോട്ട് ഒബ്സർവ് ചെയ്യുക. എല്ലാം ഇവരെന്ത് പറയുന്നു അങ്ങനെ ഫുൾ ഒബ്സർവ് ചെയ്യുക. നമുക്കൊരു കാര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു സറൗണ്ടിങ്സിൻ്റെ അടുത്ത് നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരം ഓരോ പുതിയ ഇൻഫോർമേഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അറ്റൻഷൻ ചെയ്യുക. എല്ലാവർക്കും നമ്മൾ അറ്റൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ ഇൻഫോർമേഷൻസ് കിട്ടുന്നു. രണ്ടാമത് റിറ്റൻഷൻ. അങ്ങനെ നമ്മൾ അറ്റൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതവിടെ നിലനിർത്തുക. നമുക്കത് എന്നും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്നും നമുക്ക് വേണ്ട ഒരു അറിവാണെന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്തുക. ദെൻ തേർഡ് വൺ മോട്ടർ റീപ്രൊഡക്ഷൻ. നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യുക. അതായത് ആ ഒരു അറിവിന് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ ബിഹേവിയറിൽ കൊണ്ടുവരിക. അതെങ്ങനെ നമ്മളെ ബിഹേവിയറിൽ കൊണ്ടുവരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് അറിയാത്തൊരു ഇൻഫോർമേഷനാണ്. അത് നമ്മൾ വേറെയുള്ള വ്യക്തികളിൽ നിന്നാണ് കണ്ടും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ആ മനസ്സിലാക്കിയ ഒരു അറിവിന് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അത് നമ്മൾ റിട്ടൻഷൻ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ റിട്ടൻഷൻ ചെയ്ത ഈ ഒരു അറിവിനെ നമുക്ക് നമ്മുടെ ബിഹേവിയറിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ബിഹേവിയറിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം,
പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബിഹേവിയറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്, നമ്മളെ ബിഹേവിയറിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ അക്കൗണ്ടുണ്ട്, ഇന്റേണൽ അക്കൗണ്ടുണ്ട്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി പറയുന്ന അറിവുകളൊക്കെ ഇൻസ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം അവരിവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പോലെ ബിഹേവ് ചെയ്യുമ്പോൾ ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഇവരെ പോലെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന പോലെയും ഒക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻസെൻറ്റീവ്സും, ഒരു ലീഡറായിട്ടൊക്കെ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻസെൻറ്റീവ്സ് രീതിയിലോട്ടാണ് ആ രീതിയിലോട്ടാണ് എക്സ്റ്റേണൽ പോണത്. ഇന്റേണൽ അറിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോൾ ഇതാണ് ആ ഒരു മോഡലിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറിൻ്റെ കീ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു പോർഷനാണ് നമുക്ക് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഷേപ്പിംഗ് ബിഹേവിയർ. അതായത് ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പ്രവർത്തനം നല്ലതായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, മോട്ടിവേഷനൊക്കെ തരുന്നു. അപ്പോൾ നല്ലൊരു പ്രവർത്തനം ആയതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കുകയാണ്. അതിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെരുമാറ്റം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കുന്ന കുറച്ച് ഫലങ്ങൾ ഉണ്ടാകും. ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് എടുത്തു. അപ്പോൾ അയാൾക്കത് ഒരൊറ്റ തവണ തന്നെ ആ ഒരു പ്രൊജക്റ്റ് അച്ചീവ് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, അതായത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റേജുകളാക്കി മാറ്റിയിട്ട് അങ്ങനെ ഓരോ ചെറിയ സ്റ്റേജും അയാൾ അച്ചീവ് ചെയ്യുമ്പോൾ ഈ ഒരു മാനേജറോ ആരെങ്കിലും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതിനാണ് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റേജുകളായിട്ട് അയാൾ ഓരോന്ന് അച്ചീവ് ചെയ്ത് അവസാനം ആ ഒരു ഗോളിന് മുഴുവനായിട്ട് അയാൾ അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ അതിനാണ് എന്തെന്ന് പറയുന്നത്, ഷേപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് ഒരു പെരുമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നു, അതായത് അതിനെ പ്രശംസിക്കുന്നു, അപ്രീസിയേഷൻ ചെയ്യുന്നു. അങ്ങനെ പ്രശംസന കിട്ടുമ്പോൾ ഈ ചെയ്ത വ്യക്തിക്കും ഒരു ആത്മസന്തോഷം കിട്ടും. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു പെരുമാറ്റം വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യും. കാരണം അയാൾക്കൊരു വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം വരും. അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി നല്ലൊരു ഗോൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോണസ് കിട്ടുന്നു. അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അതൊക്കെ കാരണം, അതായത് ഇയാൾക്ക് കുറേ ബോണസും ഇൻസെൻറ്റീവ്സൊക്കെ കൂടി കിട്ടുന്ന കാരണം ഇയാൾ എന്ത് ചെയ്യുന്നു, ഇനിയും ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇനിയും നല്ലത് കിട്ടും എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഇവിടെ അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് തിരിച്ചൊരു റിവാർഡ്, ഒരു സമ്മാനം പോലെ ഒരു സാധനം കിട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാൾ പെരുമാറ്റം മാറുന്നു. അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇവിടെ ഒരു എംപ്ലോയി നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, അയാൾക്ക് അത്രയ്ക്ക് സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ നീക്കം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ നല്ല ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്ത് അയാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾക്ക് കൊടുത്ത എല്ലാ ജോലികളും അയാൾ എന്ത് ചെയ്തു, സത്യസന്ധമായിട്ട് വൃത്തിക്ക് എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അയാൾ നേട്ടങ്ങൾ, അയാളെ പെരുമാറ്റം അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നു, അവിടുത്തെ മാനേജേഴ്സോ ലീഡേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, അതായത് അയാൾക്ക് ഇതൊരു പണിഷ്മെൻ്റ് അല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അയാൾക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ നേരിടുന്ന ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നീക്കം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തൊക്കെ നീക്കം ചെയ്യുന്ന വഴി അയാൾക്കിതൊരു പോസിറ്റീവ് ഒരു റിവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വീണ്ടും അയാൾ ഈ ഒരു പെരുമാറ്റം ചെയ്യാൻ ആഗ്രഹപ്പെടും. ഇപ്പോൾ നല്ലൊരു വർക്ക് അയാൾ ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, ഇയാൾ ഇത്രയും നല്ല വർക്ക് ചെയ്യുന്നത് കാരണം ഇയാൾക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഓവർ ഡ്യൂട്ടീസ് ഒന്നും കൊടുക്കണ്ട, വലിയ ഭാരിച്ച പണികളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇയാളുടെ ജോലി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇയാൾ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ഈ മാനേജർ എന്ത് ചെയ്യുന്നു, അതായത് വേണ്ടത്ത ഓവർലോഡ് ആയിട്ടുള്ള വർക്കൊന്നും ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നീക്കം ചെയ്യാണ്. അപ്പോൾ ഇയാൾക്കതൊരു പോസിറ്റീവ് മൈൻഡാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്യണ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
മൂന്നാമത്തത് പണിഷ്മെൻറ്റ്. അതായത് ഒരു മോശമായിട്ടുള്ളൊരു ബിഹേവിയർ കാരണം അദ്ദേഹത്തിനുള്ള ഫലങ്ങൾ കുറക്കപ്പെടുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അദ്ദേഹം അനാവശ്യമായിക്കാണ്ട് ലീവ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസെൻറ്റീവ്സ് നിന്ന് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിന് അയാളെ കൊണ്ട് റിട്ടേൺ ഫോം എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ജോലിയിലോട്ട് ലേറ്റ് ആയിട്ട് വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാട്ടുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ചീത്ത പ്രവർത്തനം ബിഹേവിയർ കാണിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഫലങ്ങൾ കുറക്കുന്നു. അപ്പോൾ അതാണ് പണിഷ്മെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് എക്സ്റ്റിങ്ഷൻ. അതായത് ഒരു വ്യക്തി ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് അതിന് ആരും ഒരു റിവാർഡും കൊടുക്കാതെ ആരും അത് നെവർ മെയിൻ ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പിന്നെ ആ ഒരു പെരുമാറ്റം ചെയ്യാനുള്ള ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു താല്പര്യം തന്നെ പോവാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ എനിക്ക് റിവാർഡ് കിട്ടും, ഇൻസെൻറ്റീവ് കൂടും, എല്ലാവരും എന്നെ പ്രശംസിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്തു. പക്ഷെ മറിച്ച് എന്താ സംഭവിക്കുന്നത്, ആ ഒരു പ്രവർത്തനം ചെയ്തെങ്കിലും ആരെ കയ്യിൽ നിന്നും റിവാർഡും കിട്ടിയില്ല, ഒരു അപ്രിസിയേഷനും കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു പ്രവർത്തനം ചെയ്യൽ നിർത്തും. അപ്പോൾ അതാണ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇതാണ് 4 types ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് 4 തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഫിക്സഡ് റേഷ്യോ. ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത, അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് കഴിഞ്ഞാൽ അവർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു സെയിൽസ്മാന് ഇപ്പോൾ 10 പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിനുള്ള ബോണസ് കൊടുക്കുന്നു. അതൊരു ഫിക്സഡ്, 10 സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു വർക്കർ 50 ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബോണസ് കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ അവർ എത്രത്തോളം റെസ്പോൺസ് ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. അതിനാണ് ഫിക്സഡ് റേഷ്യോ. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആക്ഷൻസ്, എത്രത്തോളം ആക്ഷൻസ് എടുത്തു അതിനനുസരിച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. രണ്ടാമത്തത് വേരിയബിൾ റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ റീഇൻഫോഴ്സ്മെന്റ് ഫിക്സഡ് ആയിരിക്കും, എപ്പോഴാണ് കിട്ടുക എങ്ങനെ കിട്ടുക എന്നൊക്കെ നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു വേരിയബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് റിവാർഡ്സ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്കിപ്പോൾ എത്ര പ്രൊഡക്റ്റ് നിർമ്മിച്ചാലും റീഇൻഫോഴ്സ്മെന്റ് കിട്ടും. ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ആയിക്കോട്ടെ, ഒരു ടൈം ഉണ്ടാവില്ല, എപ്പോൾ വേണമെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് നമുക്ക് കിട്ടാം. അതാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസ് ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യും. കാരണം എപ്പോഴാണ് നമുക്കൊരു ഇൻസെൻറ്റീവ് കൂടി കിട്ടുക, ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസും അതൊരു പരിശ്രമം നടക്കും. നെക്സ്റ്റ് ഫിക്സഡ് ഇൻ്റർവെൽ. അതായത് ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ രൂപേണ പറയാന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് മാസാവസാനമാണ് ശമ്പളം കൊടുക്കുക. അപ്പോൾ അവർക്കറിയാം എപ്പോഴാണ് ശമ്പളം കിട്ടുക എന്നുള്ള ആ ഒരു അറിവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അവസാനമൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് അവർക്ക് എപ്പോഴാണ് ശമ്പളം കിട്ടുക, റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക എപ്പോഴാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. നെക്സ്റ്റ് പറയുന്നത് വേരിയബിൾ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ടൈമില്ല, എപ്പോഴാണ് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയീസൊക്കെ വളരെ അത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. കാരണം എപ്പോഴാണ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക, എപ്പോഴാണ് ആ ഒരു വാല്യുവേഷൻ ചെയ്യുക ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്തത്. ബാക്കി കുറച്ചുകൂടി പോർഷൻസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.